സ്ഥാനാർത്ഥി നാളെ അറിയാം. 3 മുന്നണികൾക്കും ഒരുപോലെ പ്രധാനം. കേരളത്തിൽ ഏത് മുന്നണി സംവിധാനത്തിനാണ് സ്വീകാര്യത കൂടുതൽ എന്ന് ജനങ്ങളുടെ വിധിയെഴുത്ത് നാളെ ഉച്ചയോടെ അറിയാൻ കഴിയും. ഇത്തവണ 3 മുന്നണികൾക്കും ഒരുപോലെ പ്രധാനമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനവിധി. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി മുന്നിലെത്തുമെന്ന് വിലയിരുത്താനുള്ള അവസരം കൂടിയാണ് ഈ വിധിയെഴുത്ത്. രാഷ്ട്രീയം നാമമാത്രമായി പോലും സംസാര വിഷയമാകാതിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു കടന്നുപോയത്. രാഹുൽ മാങ്കൂട്ടത്തിലും ശബരിമല സ്വർണ്ണക്കൊള്ളയും മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾ. 3ാം പിണറായി സർക്കാർ എന്ന LDF സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്ന വിലയിരുത്തലായാണ് ഇടതുപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത്. വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിലവിലെ അവസ്ഥയിൽ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞാൽ അത് LDF ക്യാമ്പിൽ വലിയ പ്രതീക്ഷ നൽകും. ശബരിമല വിഷയത്തിൽ 2 നേതാക്കൾ അകത്തായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിപരീതമായില്ലെങ്കിൽ അടുത്തുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് LDFന് ഈസി വാക്ക് ഓവർ ആകും. 3ാം പിണറായി സർക്കാർ എന്ന അജണ്ടയുമായി LDFന് സധൈര്യം മുന്നോട്ടു പോകാം. പക്ഷേ വിധിയെഴുത്ത് മറിച്ചാണെങ്കിൽ സർക്കാരിനെതിരെയുള്ള വാളായി അത് മാറാനും സാധ്യതയുണ്ട്. കോൺഗ്രസിനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ സ്വാധീനിക്കുന്നത്. വിധിയെഴുത്ത് അനുകൂലമായാൽ അത് നിയമസഭാ ഭരണം പിടിക്കാനുള്ള ഊർജമായി മാറും. മറിച്ചാണെങ്കിൽ ഒപ്പമുള്ളവർ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിപ്പെടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിധിയെഴുത്ത് കോൺഗ്രസിന് അനുകൂലമാകാൻ സാധ്യത വളരെ കുറവാണ്. പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിനെ കടന്നാക്രമിക്കേണ്ട UDF രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം കണ്ടത്. ഫലം മറിച്ചാണെങ്കിൽ UDFന്റെയും കോൺഗ്രസിന്റെയും അവസ്ഥ പരിതാപകരമാകും. കഴിഞ്ഞകാല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒന്നും തന്നെ BJPയുടെ സംഘടനാ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നില്ല. എന്നാൽ ഇത്തവണ സ്ഥിതി അങ്ങനെയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിലും താമരകൾ വിരിയിക്കുമെന്ന പ്രതീതി ഉണ്ടാക്കണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം തന്നെ ഉണ്ടാവണം. അങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ട് റീഓപ്പൺ ചെയ്യാൻ മാത്രമല്ല അംഗസംഖ്യ 2 അക്കത്തിലേക്ക് എത്തിക്കാനും കഴിയും. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചായാൽ നേമത്ത് പോലും അക്കൗണ്ട് തുറക്കുക അത്ര എളുപ്പമാകില്ല. പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വം നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിയന്ത്രിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടായി വിലയിരുത്തപ്പെടും. ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച പാർട്ടിയാണ് BJP. എന്തായാലും നാളെ ഉച്ചയോടെ അടുത്ത 5 വർഷത്തെ കേരളത്തിന്റെ ഭരണചക്രം വ്യക്തമാകും. ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ പുതിയ പക്ഷമാണോ ജനങ്ങളുടെ മുന്നിലെ ശരിയെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അതുവരെ 3 മുന്നണികളും മുൾമുനയിൽ തന്നെയാണ്.